നികേഷ് കുമാർ, രാഷ്ട്രപതി സർക്കാരിന്റെ കത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? ഒരു സാധ്യതയുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം രാഷ്ട്രപതി എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന സർക്കാർ കത്തയക്കുന്നത്. ആർട്ടിക്കിൾ 355 അനുസരിച്ച് ഭരണഘടനാ പ്രകാരം ആ, ഭരണം ഭരണഘടനാപരമായി മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്. ആ ഘട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഭരണഘടനാ പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഭരണഘടനാ പ്രതിസന്ധി ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ള ധർമ്മം നിർവഹിക്കുക മാത്രമാണ് ഇപ്പോൾ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിടുന്നില്ല എന്നുള്ള വിഷയത്തിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചു. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ആ, ആ, ഭരണഘടന പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, കേന്ദ്രം ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ ആ, ഒരു ഒരു ഷെയറിംഗ് ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഷെയറിംഗ്, ആ ഷെയറിംഗ് നിർവഹിക്കുന്നില്ല എന്നുള്ള വിഷയവും ഇതിനകം തന്നെ സുപ്രീം കോടതിയിൽ എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗവർണർ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഗവർണർ വിളിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി ക്രിമിനൽ ക്രിമിനൽ എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ക്രമസമാധാന നില തകരാറിലാക്കാൻ ഗവർണർ തന്നെ റോഡിലിറങ്ങുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. നോക്കൂ, SFIയുടെ വിദ്യാർത്ഥികൾ അവരുന്നയിക്കുന്ന ആവശ്യത്തിൽ പ്രതിഷേധവുമായി വരുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ കോൺവോയ് നിർത്തിച്ച് അദ്ദേഹം ഈ പറയുന്ന SFI വിദ്യാർത്ഥികളുടെ നേരെ തിരിഞ്ഞ് വലിയ നിലയിൽ അട്ടഹാസം മുഴക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, എല്ലാ ദിവസവും ഇപ്പോൾ ഈ ഗവൺമെൻറ് ആരുടെയാണ്? ഗവർണറുടെ കൂടിയാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയെ ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഇവിടെ ഉണ്ടാവുകയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് സ്മൃതിയുടെ ചോദ്യം. ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. രാഷ്ട്രപതിയുടെ അടുത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന പരാതി അയക്കുന്നതെങ്കിൽ തന്നെയും ആത്യന്തികമായി ഒരു ആഭ്യന്തര വകുപ്പിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കും ഈ പരാതി പരിശോധിക്കുക. അപ്പോൾ അമിത്ഷായുടെയും BJPയുടെയും ആസൂത്രണ പ്രകാരമാണ് ഗവർണർ എന്ന പദവിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ ആശയം. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അയക്കുന്ന പരാതികളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, ഇതിനപ്പുറത്തേക്ക് നാളെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ നാളെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പടിയായി നമ്മൾ റെക്കോർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലിറങ്ങി വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുന്നു എന്നുള്ള നിലയിലേക്ക് മാത്രമായിരിക്കാം കാര്യങ്ങൾ പോയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അല്ലെങ്കിൽ അദ്ദേഹം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. നാളെ എന്തും സംഭവിക്കാം. ഇപ്പം 370 അനുച്ഛേദ പ്രകാരം ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി പോയപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറിയാക്കി തരം താഴ്ത്താൻ കഴിയുക എന്നുള്ള നിർണായകമായ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ നാളെ ഒരുപക്ഷെ കേരളം എന്ന സംസ്ഥാനത്തെ ഒരു യൂണിയൻ ടെറിട്ടറിയാക്കാം. ഉദാഹരണത്തിന് ലക്ഷദ്വീപിനെയും വടക്കൻ കേരളത്തെയും ഒരു യൂണിയൻ ടെറിട്ടറിയാക്കി നിർത്തുകയും തെക്കൻ കേരളത്തിലെ നായന്മാരും ക്രിസ്ത്യാനികളും BJPയെ ജയിപ്പിച്ചോളും എന്ന അടിസ്ഥാനത്തിൽ അതിനെ മാത്രം ഒരു സ്റ്റേറ്റാക്കി വെച്ചാൽ, അപ്പോൾ ആ നിലയിൽ സംഭവിച്ചുകൂടായികയില്ല. കാരണം ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ കണ്ടതാണ് പച്ചയായിട്ടുള്ള നിയമലംഘനം, പച്ചയായിട്ടുള്ള ഒരു വിവേചനം ആ സംസ്ഥാനത്തിനോട് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നാളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വേറൊരു ഐഡിയോളജി തന്നെ ഉള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള രണ്ട് ഐഡിയോളജിയും, ഇപ്പോൾ സെൻട്രിസ്റ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ലെഫ്റ്റ് CPMനെ സംബന്ധിച്ചിടത്തോളം രണ്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ചതുർത്ഥിയാണ്. അങ്ങനെ ഒരു ഐഡിയോളജി ഉള്ള ഒരു സംസ്ഥാനത്തെ നിലക്ക് നിർത്തുക, ഞാൻ കോട്ട് ആൻഡ് കോട്ട് നിലക്ക് നിർത്തുക എന്നുള്ളത് BJP
BJP നാളെ പരീക്ഷിക്കാൻ പോകുന്ന തന്ത്രമാണ്. അപ്പോൾ അവിടെയൊക്കെ കാര്യങ്ങൾ നീങ്ങും എന്ന് കണ്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ നിലയിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് രേഖാമൂലമാക്കുക എന്നുള്ളതാണ് ചെയ്തത് എന്നാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. Meet the editors.